ഓക്കെ, നമ്മൾ മലയാളം ലിറ്ററേച്ചറിന്റെ അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിന്റെയും ഹിസ്റ്ററി കഴിഞ്ഞു. മലയാള സാഹിത്യത്തിന്റെ അതുപോലെ തന്നെ മലയാളം ഗ്രാമറിന്റെയും ടോപ്പിക്സ് ഏതൊക്കെയാണ് ഇതിനകത്ത് കേരള PSCക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മലയാളം ഗ്രാമർ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ശരിക്കും 13 ടോപ്പിക്സ് ആണുള്ളത്. അപ്പൊ ഈ 13 ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതൊക്കെയാണ്? ഒന്ന് പദശുദ്ധി, ഒന്ന് വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതപദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം പുല്ലിംഗം, വചനം, പിരിച്ചെഴുതുക, ഘടകപദം. ഇത്രയും 13 ടോപ്പിക്സുകളാണ് ശരിക്കും എന്താണ് ഈ PSCയുടെ ഗ്രാമറിന്റെ സെക്ഷനകത്തുള്ളത്. അപ്പൊ ഈ ഗ്രാമറിന്റെ സെക്ഷനകത്തെ സിലബസുകളെ കുറിച്ച് നമുക്കൊന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? പദശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു പദത്തിന് അല്ലെങ്കിൽ ഒരു വേർഡിന് എന്തെങ്കിലും തെറ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ ആ വേർഡിൽ എന്താണ് തെറ്റുകൾ വന്നതെന്ന് നമ്മൾ കണ്ടെത്തുന്നതിനാണ്, അത് അതിനെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടെത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത് പദശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വാക്യശുദ്ധിയാണ്. വാക്യശുദ്ധി എന്ന് പറയുമ്പോൾ വാക്യശുദ്ധി എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസിലും ഇതുപോലെ തെറ്റുകൾ കടന്നു വരാം. നമ്മൾ ഇതിന് ശേഷം ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ഇപ്പം ഈ ഒരു സെന്റൻസ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വാക്യം എടുക്കുവാണെങ്കിൽ അതിനകത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തെറ്റുകൾ കടന്നു വരാം. ചിലപ്പോൾ അത് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ എഴുതുന്നതുകൊണ്ടായിരിക്കാം, ചിലപ്പം അതിനകത്ത് ഓർഡർ തെറ്റായിട്ടായിരിക്കാം വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ തിരുത്താം എന്നുള്ളതിനെയാണ് നമ്മൾ വാക്യശുദ്ധിയിൽ പഠിക്കുന്നത്. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും തരുന്നത്, നമ്മളത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് തന്നെയാണ്. ഇതിനകത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് 13 സെക്ഷനിൽ നിന്നും 13നും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട കാര്യമുണ്ട്. മലയാളത്തിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 10 മാർക്കാണ്. ടോട്ടൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഗ്രാമറിനകത്ത് നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ 13 സെക്ഷനിൽ നിന്നാണ് ടോട്ടൽ ചോദിക്കുന്നത്. അതുപോലെ വാക്യശുദ്ധിക്കകത്ത് വരുമ്പോൾ ഒരുപാട് തെറ്റുകൾ കടന്നു വരുന്നത്. ഇപ്പൊ പൗനരുക്ത്യം എന്ന് പറയുന്നൊരു തെറ്റുണ്ട്. പൗനരുക്ത്യം എന്ന് പറയുമ്പോൾ എന്താണ്? പറഞ്ഞത് തന്നെ റിപ്പീറ്റ് അടിച്ച് വീണ്ടും പറയുന്നതിനാണ് പൗനരുക്ത്യം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ഏകദേശം 1000-ഓളം പേർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സെന്റൻസ്. ഏകദേശം എന്ന് പറയുന്നതും അതുപോലെ തന്നെ 1000-ഓളം എന്ന് പറയുന്ന ഓളം എന്ന് പറയുന്നതും ഒരു അപ്രോക്സിമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരേ കാര്യം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചു വരുവാണ്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്താൽ മതിയായിരിക്കും. അപ്പൊ എങ്ങനെ പറയാം? അവിടെ ഏകദേശം എന്ന് പറഞ്ഞിട്ട് 1000 പേർ ഉണ്ടായിരുന്നു എന്ന് പറയാം. അവിടെ ഏകദേശം 1000 പേർ ഉണ്ടായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഏകദേശം ഒഴിവായിക്കൊണ്ട് അവിടെ 1000-ഓളം പേർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ എന്താണ്, ആവർത്തനം വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് പൗനരുക്ത്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഈ ക്രമഭംഗം എന്ന് പറയുന്നത്. ക്രമഭംഗം എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ മലയാളത്തിൽ നമ്മൾ സെന്റൻസുകൾ എടുക്കുവാണെങ്കിൽ അത് സാധാരണയായിട്ട് നമ്മൾ കർത്താവ്, കർമ്മം, ക്രിയ എന്നിങ്ങനെയാണ് നമ്മൾ സെന്റൻസിനകത്ത് ഓരോ വാക്കുകളും നമ്മൾ ഓർഡർ ചെയ്ത് എഴുതുന്നത്. അപ്പം കർത്താവ് എന്ന് പറയുമ്പം എന്താണ്? സബ്ജക്റ്റ്, അതായത് ആര് എന്നുള്ള ചോദ്യം വരുന്നത്. രണ്ടാമത് വരുന്ന കർമ്മം എന്ന് പറയുമ്പം അതിനകത്ത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം എന്തിനോട് അല്ലെങ്കിൽ എവിടെ, എങ്ങനെ എന്നൊക്കെ വരുന്നതാണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്നത് ചെയ്ത പ്രവൃത്തിയായിരിക്കും, അതായത് വെർബ്, ആ ക്രിയയാണ് മൂന്നാമത് വരുന്നത്. ഇതേ ഓർഡറിലായിരിക്കണം നമ്മളൊരു സെന്റൻസ് മലയാളത്തിൽ എഴുതുന്നത്. അപ്പം അതിനെ എന്തെങ്കിലും തെറ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ ആ തെറ്റുകളെ തിരുത്തിയിട്ട് കറക്റ്റ് ആക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ക്രമഭംഗം ശരിയാക്കുക എന്ന് പറയുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ കിഴക്ക് സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്നൊരു സെന്റൻസ്. അപ്പൊ അവിടെ ആര് എന്നൊരു ചോദ്യം വരുമ്പോൾ അതാരാണ്? സൂര്യനാണ്. ആക്ച്വലി അപ്പം ആര് എന്ന് വരുന്നത് ആണ് അവിടുത്തെ കർത്താവ്, അതായിരിക്കണം ആദ്യം വരുന്നത്. രണ്ടാമത് എവിടെ, എങ്ങനെ എന്നൊക്കെ വരുന്ന അവിടുത്തെ കർമ്മമാണ്. അപ്പൊ അവിടെ കിഴക്ക് എന്നുള്ളതാണ് രണ്ടാമത് വരേണ്ടത്. ദെൻ അവിടെ ചെയ്ത പ്രവൃത്തി ഏതാണ്? ഉദിച്ചു എന്നുള്ളത്. അപ്പം കർത്താവ്, കർമ്മം, ക്രിയ ഓർഡർ വരണമെന്നുണ്ടെങ്കിൽ സൂര്യൻ കിഴക്ക് ഉദിച്ചു എന്ന് പറയുമ്പോൾ ആ വാക്യം ശരിയാകും. അതുപോലെ തന്നെ
വരുന്ന മറ്റൊരു തെറ്റാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പദശുദ്ധിക്കകത്ത് വരുന്നത്. പദശുദ്ധി എന്ന് പറയുമ്പോൾ ഒരു പദത്തിനകത്ത് മാത്രം തെറ്റ് സംഭവിക്കുന്നു അല്ലെ, അങ്ങനെയുള്ള തെറ്റുകളും വാക്യശുദ്ധിയിൽ കടന്നു വരാം. അതായത് നമ്മൾ ടോട്ടൽ ആ സെന്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു വേർഡ് മാത്രം ചിലപ്പം തെറ്റ് വരാം. അപ്പൊ നമ്മൾ സെന്റൻസ് മൊത്തം വായിച്ചു നോക്കണം, അതിനകത്ത് ഏതെങ്കിലും വേർഡ് തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കണം, ഏതെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ വേർഡ് എഴുതിയിട്ടുണ്ടോ. അപ്പം അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയും വാക്യശുദ്ധിയിൽ തെറ്റുകൾ കടന്നു വരാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തെറ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ വാക്യശുദ്ധി വരുന്നത്. അപ്പൊ ഇതിനെ തിരുത്തിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്ന് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ആ ഓപ്ഷനകത്ത് ഇത് നമ്മൾ ഈ ലോജിക്സ് എല്ലാം നമ്മൾ നോക്കിയിട്ട് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കണം, ഇതിനകത്ത് നിന്ന് ഇന്ന ഇന്ന തെറ്റുകൾ ഇന്ന സെന്റൻസിനുണ്ട്, അപ്പൊ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് മാറ്റിയിട്ട് അതിനകത്ത് നിന്ന് ശരിയായിട്ടുള്ള സെന്റൻസ് കണ്ടെത്തും ആ ഓപ്ഷനിൽ നിന്ന്. അതാണ് വാക്യശുദ്ധിക്കകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അടുത്ത ഇനി പരിഭാഷ എന്ന് പറയുന്ന കാര്യമാണ്. പരിഭാഷ എന്ന് പറയുമ്പോൾ തർജ്ജമയാണ്. അതായത് ഇംഗ്ലീഷിൽ ഒരു കാര്യം തന്നിരിക്കും, അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമായിരിക്കും അതിനകത്ത് പറയുന്നത്. മുൻപൊക്കെ നമ്മൾ ഈ പറയുന്ന എന്താണ് പ്രോവർബ്സ്, അതായത് പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ ശൈലികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ട് അതിന്റെ മലയാളം പരിഭാഷയാണ് മുമ്പൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് എന്താണ് വേറെ ഒരു സെന്റൻസ് തന്നിട്ട് ഈ സെന്റൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാളം പരിഭാഷ എന്ത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കണം പരിഭാഷയ്ക്കകത്ത്. അടുത്ത ഒറ്റപ്പദമാണ്. ഒറ്റപ്പദം എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇപ്പം ഒരു നമ്മൾ വിഗ്രഹിച്ചെഴുതുന്ന ഒരു പദം അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പദം, എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നതിന് നമ്മൾ വിഗ്രഹിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ വിഗ്രഹിച്ചെഴുതുന്ന പദത്തെ അതിന്റെ ആശയം ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഒരു ഒറ്റ വാക്കിൽ ചുരുക്കുന്നു, അതിനാണ് ഈ ഒറ്റപ്പദം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം അതായത് ഇപ്പം നമ്മൾ കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളയാൾ, കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളയാൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുമ്പം ആജാനുബാഹു എന്നുള്ളതാണ്. അപ്പം ആ ജാനുബാഹു എന്ന് പറയുമ്പോൾ എന്താണ്, ജാനു എന്ന് പറഞ്ഞാൽ കാൽമുട്ട്, ബാഹു എന്ന് പറഞ്ഞാൽ കൈ. അങ്ങനെ വരുമ്പം എന്താണ്, കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളയാൾ. അങ്ങനെ നമ്മൾ വിഗ്രഹിച്ച് പറയുന്ന ഒരു സെന്റൻസിനെ നമ്മൾ അതിന്റെ ആശയം ഒട്ടും ചോർന്നു പോകാതെ തന്നെ നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആ ജാനുബാഹു എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒറ്റപ്പദം എന്ത് എന്നുള്ള രീതി, ഇപ്പം കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളയാൾ എന്നതിന്റെ ഒറ്റപ്പദം എന്ത് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ഒറ്റപ്പദം എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. അടുത്തതിന് പര്യായമാണ്. പര്യായം എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇപ്പം ഒരു നമ്മളൊരു വാക്യം എടുക്കുവാണ്, ഒരു വാക്ക് എടുക്കുവാണെങ്കിൽ ഇപ്പം കൈക്ക് നമ്മൾ എന്തൊക്കെ പറയാം, കരമെന്ന് പറയുന്നുണ്ട്, ഹസ്തം എന്ന് പറയുന്നുണ്ട്, ബാഹു എന്ന് പറയുന്നുണ്ട്. അപ്പൊ കരമെന്ന് പറഞ്ഞാലും ഹസ്തം എന്ന് പറഞ്ഞാലും ബാഹു എന്ന് പറഞ്ഞാലും ഇതെല്ലാം എന്തിന്റെ പര്യായം തന്നെയാണ്, കൈയുടെ പര്യായം തന്നെയാണ്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് എടുക്കുവാണെങ്കിൽ ആ വാക്കിന് വ്യത്യസ്തമായിട്ടുള്ള കുറെ പദങ്ങൾ ഉണ്ടെങ്കിൽ ആ പദങ്ങൾക്കെല്ലാം ഒരേ അർത്ഥം തന്നെയാണെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത്, പര്യായ പദം എന്ന് പറയുന്നത്. പര്യായ പദത്തിനകത്ത് നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഏരിയ വരുന്നത് ഈ പര്യായ പദത്തിനകത്താണ്. പര്യായ പദം അതുപോലെ സമാന പദം, ഈ രണ്ട് ഏരിയാസിനകത്താണ് കൂടുതലും. സമാന പദം എന്താണെന്ന് പിന്നെ പറയാം. പര്യായം അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇപ്പം താഴെ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു കാര്യം തന്നിട്ട് അതിന്റെ പര്യായം എന്ത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ആണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കൂടുതലും എന്താണ് വേർഡ്സ്, ഒരുപാട് ടഫ് ആയിട്ടുള്ള വേർഡ്സ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ഇതിന്റെ ഈ പര്യായ പദത്തിനകത്ത് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിന്ന് മാക്സിമം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം വർക്കൗട്ട് ചെയ്ത് വെക്കുക പര്യായ പദത്തിനകത്ത്. അപ്പം അങ്ങനെയുള്ള പദങ്ങളെല്ലാം നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം എലിമിനേഷനിലൂടെ നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് പര്യായപദത്തിന്റെ പ്രത്യേകത. അല്ലാതെ എല്ലാ വേർഡ്സും നമുക്ക് പഠിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം അവിടെ വരുന്ന ചിലപ്പം പുതിയ കുറെ വേർഡ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും രണ്ട് വേർഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ ഇതല്ലായിരിക്കാം, ഒരുപക്ഷെ ഇതായിരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും ഉത്തരം. അങ്ങനെയാണ് പര്യായ പദം കൂടുതൽ പഠിക്കേണ്ടത്. കാരണം ഇതിനകത്ത് തന്നെ ഏറ്റവും ടഫായിട്ടുള്ള കാര്യം ചോദിക്കുന്ന സെക്ഷനാണ് ഈ പര്യായ പദം, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തതിന് വിപരീത പദമാണ്. വിപരീത പദം എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് എന്താണ് എന്നുള്ള ചോദിക്കുന്നതാണ് വിപരീത പദം എന്ന് പറയുന്നത്. അതായത് അതിന് നേരെ വിപരീതമായിട്ടുള്ള വേർഡ് എന്താണ് എന്ന് ചോദിക്കുന്നതാണ് വിപരീത പദം എന്ന് പറയുന്നത്. ഇപ്പൊ വികാസത്തിന്റെ ഓപ്പോസിറ്റ് എന്ത്, സങ്കോചമാണ് വികാസത്തിന്റെ ഓപ്പോസിറ്റ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓപ്പോസിറ്റ് വേർഡ്സ് ചോദിക്കുന്നതിനാണ് വിപരീത പദം എന്ന് പറയുന്നത്.
അപ്പം അതും PSCക്ക് ചോദിക്കുന്ന ഏരിയയാണ്. മറ്റൊന്ന് ശൈലികൾ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ഏരിയയാണ്. ശൈലികൾ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് പ്രോവർബ്സും ചോദിക്കും, അതുപോലെ തന്നെ ഇഡിയംസ് ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇപ്പം ഈയിടെയായിട്ട് കുറച്ച് മാറ്റം ഈ ക്വസ്റ്റിനകത്ത് കണ്ടെത്തുന്നുണ്ട്. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല് തന്നിട്ട് അതിന്റെ സാരസ്യം എന്ത് എന്നുള്ള രീതിയിൽ, ഇപ്പം മുറിവേദ്യൻ ആളെ കൊല്ലും എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത് അല്ലെങ്കിൽ സാരസ്യം എന്ത് എന്നൊക്കെയായിരുന്നു മുമ്പേ ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അല്പജ്ഞാനം അപകടം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നേരെ റിവേഴ്സ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് അല്പജ്ഞാനം അപകടം എന്നുള്ള രീതിയിൽ എന്ന അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ല് ഏത് എന്നുള്ള രീതിയിൽ നേരെ റിവേഴ്സ് ആയിട്ടാണ് ഇപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു രീതി വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ ഒരു ഏരിയ നിങ്ങൾ കവർ ചെയ്യാനായിട്ട്. അല്ലാതെ ഇപ്പം എന്താണ് മുറിവേദന ആളെ കൊല്ലും എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന പഴഞ്ചൊല്ല് ഏത് എന്നതിന് പകരം അതിന്റെ അന്ന് ചോദിച്ചുകൊണ്ട് നേരെ റിവേഴ്സ് ആയിട്ട് പഠിച്ചു വെക്കുക. അതായത് അല്പജ്ഞാനം അപകടം എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന പഴഞ്ചൊല്ല് ഏത് എന്നുള്ള രീതിയിലേക്ക് ആ ക്വസ്റ്റ്യൻസ് മാറ്റം വന്നിട്ടുണ്ട്. അപ്പം അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഏരിയയ്ക്കകത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയുമാണ്. അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകൾക്കകത്ത് നിന്ന് പിന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, പുതിയൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ വന്ന ഒരു പ്രത്യേകത എന്ന് പറയുമ്പം കുറച്ച് ഒരു 4 ഓപ്ഷൻ തരും. 4 ഓപ്ഷൻ തന്നിട്ട് പറയും താഴെ തന്നിരിക്കുന്ന ഒരു ശൈലി ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ആ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് 3 ശൈലി ആയിരിക്കും, അതിനകത്ത് ഒരെണ്ണം ശൈലി ആയിരിക്കും, ബാക്കി 3 പഴഞ്ചൊല്ലായിരിക്കും. അപ്പൊ അതിനകത്ത് ശൈലി ഏതെന്ന് കണ്ടുപിടിക്കണം നമ്മൾ. അത് താഴെ തന്നിരിക്കുന്നത് പഴഞ്ചൊല്ല് ഏത് എന്നൊരു ക്വസ്റ്റ്യൻ കാണും. പഴഞ്ചൊല്ല് ഏതെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 3 ശൈലി ആയിരിക്കും, ബാക്കി ഒരെണ്ണമായിരിക്കും പഴഞ്ചൊല്ല്. ഈ ഒരെണ്ണമായിട്ടുള്ള പഴഞ്ചൊല്ല് ഏത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ശൈലിയും പഴഞ്ചൊല്ലും നമ്മൾ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ശൈലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡയറക്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത് ശൈലി എന്ന് പറയുന്നത്. അത് പഴഞ്ചൊല്ലാണെങ്കിൽ ഒരു ഉപദേശം കൂടെ ഏകദേശം അതിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ, രണ്ടും ഒരേ കാര്യം തന്നെയാണ് ഏകദേശം, പക്ഷെ എന്നാലും എന്താണ് അതിനകത്ത് ഒരു ഉപദേശം കൂടെ ഏകദേശം വരുവാണെന്നുണ്ടെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത് പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താ പറയാ, അക്കരെ പച്ച എന്ന് പറയുമ്പോൾ അതൊരു ശൈലിയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് പമ്പ കടന്നു എന്ന് പറയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആ കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുന്നത്, ഇതൊക്കെയാണ് ശൈലി എന്ന് പറയുന്നത്. അത് മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയുന്ന ഒരു കാര്യം, അതൊരു പഴഞ്ചൊല്ലാണ്. അതുപോലെ തന്നെ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുമ്പോൾ അതൊരു പഴഞ്ചൊല്ലാണ്. അങ്ങനെ ഒരു ഉപദേശം കൂടെ അതിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അതാണ് പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം എന്താണ്, ശൈലിയും പഴഞ്ചൊല്ലും നമ്മളുടെ വ്യത്യാസം എന്താണ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ഈ രീതിയിലൂടെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് റിവേഴ്സ് ആയിട്ട് പഠിക്കണം. അതായത് താഴെ തന്നിരിക്കുന്ന ഈ അർത്ഥത്തിൽ വരുന്ന ശൈലി പഴഞ്ചൊല്ല് ഏത് എന്നതിന് പകരം ഈ എന്താണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഏതെന്നുള്ളതിന് പകരം ഈ അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ല് ഏത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്തതിന് സമാനപദം. സമാനപദം എന്ന് പറയുമ്പോൾ എന്താണ്, അർത്ഥ വ്യത്യാസമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ അർത്ഥങ്ങൾ നമ്മളെ വ്യത്യാസം. ഇപ്പം എന്താണ് പറയാ, ഇപ്പം അളി എന്ന് പറഞ്ഞാൽ വണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ആളി എന്ന് പറഞ്ഞാൽ തോഴി എന്ന് പറയുന്ന അർത്ഥമാണ്. അപ്പം ഇത് രണ്ടും കാണുവാണെങ്കിൽ ഏകദേശം ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ അതിന്റെ അർത്ഥം എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. അങ്ങനെ ആ അർത്ഥ വ്യത്യാസത്തിനാണ് എന്തെന്ന് പറഞ്ഞാൽ സമാന പദം എന്ന് പറയുന്നത്. പക്ഷെ അതെപ്പോഴും അർത്ഥവ്യത്യാസമായിരിക്കത്തില്ല എപ്പോഴും ചോദിക്കുന്നത്. ചിലപ്പോൾ അതിനകത്ത് എന്തും ചോദിക്കാം, ഈ അർത്ഥമായിട്ടും എടുത്ത് ചോദിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വാക്ക് എന്നിട്ട് അതിന്റെ അർത്ഥം എന്ത് എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. അടുത്തതിന് വരുന്നത് ചേർത്തെഴുതുക, അതുപോലെ തന്നെ പിരിച്ചെഴുതുക എന്നുള്ള ടോപ്പിക്കാണ്. ഇത് രണ്ടിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചേർത്തെഴുതുക എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് സന്ധികൾ വെച്ചിട്ടായിരിക്കും അതിനകത്ത് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാലേ അത് മനസ്സിലാകത്തുള്ളൂ. അതായത് ഇപ്പം 2 വാക്കുകൾ, ഇപ്പം മരം പ്ലസ് ഇൽ. ഓക്കെ, മരം എഴുതാൻ പറ്റുന്നത്. ഓക്കെ,
പറയാം. ഇപ്പൊ മരം പ്ലസ് ഇല്ലെന്ന് പറയുമ്പോൾ എന്താണ്, മരത്തിൽ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ ചേർത്ത് എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ ചേർത്തെഴുതിയ പിരിച്ചത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാകും. അതുപോലെ തന്നെ അടുത്ത ഇനിയും സ്ത്രീലിംഗം പുല്ലിംഗം അതിനകത്ത് നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് എതിർലിംഗ പദം ഏത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എതിർലിംഗ പദം ഏതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിന് വചനം ചോദിക്കാറുണ്ട്. എതിർലിംഗം ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇപ്പം അധ്യാപകൻ എതിർലിംഗ പദം ഏത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ വചനം എന്ന് പറയുമ്പം അതായത് ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഇതെന്ന് പറയുന്നത് വചനം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ഒന്നാണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാണോ എന്ന് സൂചിപ്പിക്കുന്നതിനാണ് വചനം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യം അതിനകത്ത് നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പം അവിടെ എന്ന് പറയുമ്പോൾ ഇപ്പം അതിനകത്ത് ബഹുവചന രൂപങ്ങളാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ബഹുവചനം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സൂചിപ്പിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ബഹുവചനം എന്ന് പറയുന്നത്. അപ്പം ബഹുവചന രൂപങ്ങളാണ് എന്തെന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പം ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അതുപോലെ ഘടകപദം എന്ന് പറയുമ്പോൾ വാക്യം ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു സെന്റൻസ് തരും, ആ രണ്ട് സെന്റൻസുകളെ തമ്മിൽ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഈ ഘടകം അല്ലെ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇന്നലെ മഴ പെയ്തു എന്ന് പറഞ്ഞൊരു സെന്റൻസ്, ഇന്ന് മഴ പെയ്തു എന്ന് പറയുന്ന വേറെ സെന്റൻസ്, ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യണം. ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതായത് അതിനകത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിച്ച് രണ്ടിനെ കണക്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു, ഇന്നലെയും ഇന്നും മഴ പെയ്തു എന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം എന്തായിട്ട് മാറുന്നു, ഈ രണ്ട് സെന്റൻസുകളെ ഒരുമിച്ച് കണക്ട് ആക്കാണ്ട് പറ്റുന്നു. അങ്ങനെ ഒരുമിച്ച് കണക്ട് ആക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഈ ഘടകപദം അല്ലെങ്കിൽ വാക്യം ചേർത്ത് എഴുതുക എന്ന് പറയുന്നത്. അപ്പം താഴെ തന്നിരിക്കുന്നവയിൽ ഘടകം ഏത്, ഇപ്പം ഇന്നലെയും ഇന്നും മഴ പെയ്തു, ഇതിന്റെ ഘടകം ഏതെന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ ഇന്നലെയും, ഇനി അതുപോലെ തന്നെ ഇന്നും എന്നൊക്കെ പറഞ്ഞ 3 ഓപ്ഷൻ, അതിന് 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് ആ ചേർത്ത് അതിനെ ഏതുകൊണ്ടാണ് അതിനെ ചേർത്തിരിക്കുന്നത്, എന്ന് പറയുന്ന കാര്യം കൊണ്ടാണ് ചേർക്കുക. അതാണ് അവിടുത്തെ ഘടകം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഈ 13 ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നോക്കാനായിട്ട്. അതായത് ഇതിനകത്ത് ഒരു കാര്യം പോലും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഗ്രാമറിന്റെ സാഹിത്യത്തിനകത്ത് പിന്നെയും കുറച്ചുകൂടെ സ്പെസിഫൈഡ് ഏരിയാസ് ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിനകത്ത് നിന്ന് എല്ലാ പ്രാവശ്യവും 10 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഈ 13 ഏരിയാസിനകത്ത് നിന്ന് 10 ചോദ്യങ്ങൾ, 13 ഏരിയാസിന് 10 ചോദ്യം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഓവർലാപ്പാണ്. ഈ ചേർത്തെഴുതൽ പിരിച്ചെഴുതൽ എന്ന് പറയുന്ന രണ്ടിനകത്ത് ചിലപ്പം ചേർത്തെഴുതലിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നത്, ചിലപ്പം പിരിച്ചെഴുതുക അതിനകത്ത് നിന്നായിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടും ഏകദേശം ഒരേ കാര്യം തന്നെയാണ് അവിടെ വരുന്നത്. ഒന്ന് ആ പിരിച്ചെഴുതിയിരിക്കുന്ന ചേർത്തെഴുതാനായിട്ടും അല്ലെങ്കിൽ ചേർത്തെഴുതുന്നതിനെ പിരിച്ചെഴുതുക എന്ന രീതിയിലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഘടകപദം മിക്കപ്പോഴും ചോദിക്കാറില്ല. ഇത് ഒഴിച്ചിട്ട്, കാരണം ഘടകപദം അത്യാവശ്യം എളുപ്പമാണ്. ഒറ്റ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലാകും. അപ്പൊ അതും നന്നായിട്ട് പഠിക്കേണ്ടതല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാ സെക്ഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തേ പഠിക്കാവുള്ളൂ. ഇതിനകത്ത് ഈ 13 നിന്ന് ഒരെണ്ണം പോലും കളയരുത്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ 10 മാർക്ക് ക്ലിയർ ആയിട്ട് അവിടെ കിട്ടത്തുള്ളൂ. കാരണം ഇതിനകത്ത് ഏതാ PSC ഒഴിവാക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ചിലപ്പം ഏതെങ്കിലും ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ചിലപ്പം അതിനകത്ത് ഇപ്പം ഒറ്റപ്പദം ഇല്ലായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളതിന് എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ചിലപ്പം എന്താണ് സമാന പദം ചോദിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളതിന് എല്ലാം ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ എല്ലാ ഏരിയാസും ഇതിനകത്തും ചോദിക്കുന്നതാണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റുമാണ്. അതുകൊണ്ട് ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം ഈ 13 സെക്ഷനും പഠിക്കാനായിട്ട്. ഓക്കെ, അടുത്ത ഇനിയും സാഹിത്യമാണ്. സാഹിത്യത്തിനകത്ത് നിന്ന് കുറച്ച് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്ന ഏരിയയാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സാഹിത്യത്തിനകത്തൊരു 8 ഏരിയ ഉണ്ട്. ഈ 8 ഏരിയക്കകത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ. ഈ 3ാമത്തെ സെക്ഷൻ കണ്ടു, എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ. ഇതിനകത്ത് നിന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ഈ 3ാമത്തെ ഏരിയ. ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ കഥാപാത്രങ്ങൾ, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, അതിന്റെ കൃതികൾ, അതുപോലെ പ്രശസ്തമായ വരികൾ, അതിന്റെ കൃതികൾ.
ഈ 3 ഏരിയാസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് നോക്കേണ്ട ഏരിയാസ്. മറ്റു ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. കാരണം ഇതിനകത്ത് നിന്ന് സാഹിത്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം കൾച്ചറിന്റെ ഏരിയയിൽ ചോദിക്കുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ വരെ ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുണ്ട്. ചില സമയത്ത് ഒരു ഒറ്റ ക്വസ്റ്റ്യനെ വരത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ ഈ 3 അല്ലെങ്കിൽ ഈ 8 സെക്ഷൻസ് നമ്മൾ പഠിക്കുന്ന 3 മാർക്കിന്, മാക്സിമം 3 മാർക്കിന്, മിനിമം 1 മാർക്കിന്, മിനിമം 1 മാർക്ക്, ഇത്രയുമായിരിക്കും ഇതിനകത്ത് നിന്ന് ചോദിക്കുന്ന മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് ഒഴിവാക്കരുത്. കാരണം നമ്മളിപ്പം കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ചിലപ്പം ചോദിക്കുന്നതിനകത്ത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ 3 മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളത്, പിന്നെ എന്തിനാണ് ഈ സാഹിത്യം പഠിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 3 ക്വസ്റ്റ്യൻ സാഹിത്യത്തിനകത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്ന 3 മാർക്കായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടെ വെച്ചിട്ട് വേണം സാഹിത്യം പ്രിപ്പയർ ചെയ്യാനായിട്ട്. വലിയ സ്ട്രെസ് കൊടുക്കണ്ടെങ്കിലും അത്യാവശ്യം ഒരു അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ 13 സെക്ഷനകത്ത് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ സാഹിത്യത്തിനും ചെറിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാൻ. അതിനകത്ത് നിന്ന് തന്നെ ഈ പറയുന്ന ഈ തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ എന്ന സെക്ഷൻ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കൃതികൾ, അതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ, പ്രശസ്തമായ വരികൾ പറഞ്ഞിട്ട് ഇപ്പം കാക്കേ കാക്കേ കൂടെവിടെ എന്ന് പറയുന്ന കൃതി രചിച്ചത് ആര് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് PSCക്ക്. ആരാണ്? ഉള്ളൂരാണ് രചിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നിട്ട് അനോട്ടേഷൻ തന്നിട്ട് അത് ആരാണ് എഴുതിയത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, അതിന് തുടക്കം കുറിച്ചവർ, അതുപോലെ തന്നെ ആനുകാലിക പ്രസ്ഥാനം ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് നിന്നും മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ അത് ചോദിക്കാറുണ്ട്. ഓരോ വർഷത്തെയും അവാർഡുകൾ നോക്കണം. അതുപോലെ എഴുത്തച്ഛൻ അവാർഡ് നോക്കണം. അതുപോലെ തന്നെ ഓരോ അവാർഡുകൾ ഏതൊക്കെയാണ് ഓരോ പ്രാവശ്യം കിട്ടുന്നത് അതെല്ലാം നോക്കണം. വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, ഇങ്ങനെയുള്ള ഓരോ അവാർഡുകളും ചോദിക്കും. ആ അവാർഡുകൾ കിട്ടിയ ആർക്കാണ് കിട്ടിയത് എന്നുള്ള രീതിയിൽ നോക്കണം. അപ്പൊ അത് കറണ്ട് അഫെയർ പോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതിന് ജ്ഞാനപീഠം നേടിയ മലയാളികൾ എത്ര പേരാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 8 സെക്ഷൻ സിലബസ് വരുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ഈ 7ഉം 8ഉം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. വലിയ ടഫില്ല. പക്ഷെ മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഈ ഒന്നെന്ന് പറഞ്ഞ് കിടക്കുന്ന വലിയൊരു ടോപ്പിക്കാണ്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കൃതികൾ മാത്രം നോക്കി വെക്കുക. ആദ്യ സാഹിത്യ പ്രസ്ഥാനത്തെ നമുക്ക് ഏതൊക്കെയാണ്? പാട്ട് പ്രസ്ഥാനമെന്നും അതുപോലെ തന്നെ മണിപ്രവാളമെന്ന് 2ആയിട്ട് തിരിക്കാവുന്നതാണ്. പാട്ട് പ്രസ്ഥാനത്തിൽ ഒരുപാട് കൃതികളുണ്ട്. അതിനകത്ത് രാമചരിതം എഴുതിയത് ആരാണ്? ശ്രീരാമ കവിയാണ്. അതുപോലെ തന്നെ കണ്ണശ്ശ കൃതികൾ ഉണ്ടായിരുന്നു. പിന്നീട് വന്ന എഴുത്തച്ഛന്റെ കൃതികൾ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കൃതികൾ ഇതെല്ലാം പാട്ട് പ്രസ്ഥാനത്തിലായിട്ട് വന്ന കൃതികളാണ്. പിന്നെ അതിന് സമാന്തരമായിട്ട് വന്ന മറ്റൊരു പ്രസ്ഥാനമായിരുന്നു മണിപ്രവാളം എന്ന് പറയുന്നത്. മണിപ്രവാളം എന്ന് പറയുമ്പോൾ എന്താണ്? ഭാഷയുടെയും സംസ്കൃതത്തിന്റെയും ഒരു മിശ്രണമായിട്ട് രൂപപ്പെട്ടു വന്നതാണ്. പക്ഷെ ഭാഷയ്ക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ആ ഒരു ഇതാണ് ഭാഷ, സംസ്കൃത, യോഗം, മണിപ്രവാളം എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ കൃതികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒരു അതായത് ഈ ഭാഷയ്ക്കും സംസ്കൃതത്തിനും പ്രാധാന്യം കൊടുത്ത് എഴുതിയ കൃതികളാണ്. അപ്പം അതിനകത്ത് നിന്ന് വന്ന കൃതികൾ നോക്കുവാണെങ്കിൽ ഏതൊക്കെയാണ്? ഈ ചമ്പു കൃതികളൊക്കെ അതിനകത്ത് വരുന്നത്. ചമ്പു എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഗദ്യവും പദ്യവും ഇടചേർന്ന സാഹിത്യ രൂപമാണ് ചമ്പു എന്ന് പറയുന്നത്. ചമ്പുവിനകത്ത് വരുന്ന കൃതികളാണ് ഉണ്ണിയേച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണി ചിരുദേവി ചരിതം എന്നൊക്കെ പറയുന്ന കൃതികളൊക്കെ. അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് അതിനകത്ത് തന്നെ മണിപ്രവാള കൃതികളായിട്ടുള്ള മറ്റു കൃതികളും വരുന്നുണ്ട്. ചെറിയച്ചി, ഇട്ടിയച്ചി, ഇളയച്ചി എന്ന് പറയുന്ന കൃതികളൊക്കെ വരുന്നുണ്ട്. അത് മണിപ്രവാള ലഘുകാവ്യങ്ങൾക്കകത്ത് വരുന്നതാണ്. പിന്നെ സന്ദേശകാവ്യങ്ങൾ വരുന്നുണ്ട്. സന്ദേശകാവ്യം എന്ന് പറയുമ്പം അതിനകത്ത് ഏതൊക്കെയാണ്? ഉണ്ണുനീല് സന്ദേശം അതിനകത്ത് വരുന്നതാണ്. അപ്പം ഇതെല്ലാം മണിപ്രവാളത്തിനകത്ത് വരുന്നതാണ്. അപ്പൊ സന്ദേശകാവ്യം, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഏതൊക്കെയാണ്? ചമ്പുക്കൾ എന്ന് പറയുന്ന സെക്ഷൻ, ഇതെല്ലാം മണിപ്രവാളത്തിനകത്താണ് വരുന്നത്. ചമ്പുകൾക്കകത്ത് വരുന്നത് ഉണ്ണിയേച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളെല്ലാം ഒന്ന് നോക്കേണ്ടതാണ്. അത് മൊത്തത്തിൽ നോക്കണ്ട, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാൽ മാത്രം മതിയായിരിക്കും. കാരണം അത്രയും വാസ്റ്റ് സിലബസ് ആണ്, നമുക്കത് കവർ ചെയ്യേണ്ട സമയമൊന്നുമില്ല. അപ്പം അതിനകത്ത് ആ കൃതികൾ ഏതൊക്കെയാണ്, ആരാണ് രചിച്ചിരിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഓരോ കൃതിയും
അതാരാണ് എഴുതിയിരിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. പാഠ്യപ്രസ്ഥാനത്തിലെ ഓരോ കൃതികളും നോക്കുക, അതാരാണ് രചിച്ചിരിക്കുന്നത്. മണിപ്രവാളത്തിലെ ഓരോ കൃതികളും നോക്കുക, മണിപ്രവാളത്തിലെ പല കൃതികളും രചിച്ചിരിക്കുന്ന ആരാന്നറിയാം. ഇപ്പൊ ഉണ്ണുനീര് സന്ദേശം എടുക്കുകയാണെങ്കിൽ അത് ആരാണ് എഴുതിയതെന്ന് നമുക്ക് അറിയില്ല, അജ്ഞാത കർത്തൃകമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഏതാണ് മണിപ്രവാളത്തെ കുറിച്ചുള്ള ലക്ഷണം പറയുന്ന കൃതിയായ ലീലാതിലകം എന്ന് പറയുന്ന കൃതിയിലാണ്. ലീലാതിലകം ആദ്യത്തെ ഒരു ഗ്രാമർ ബുക്കായിട്ട് മലയാളത്തിൽ കൺസിഡർ ചെയ്യുന്നതാണ് ലീലാതിലകം. അപ്പൊ മണിപ്രവാളത്തിലെ ലക്ഷണ ഗ്രന്ഥമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടത്, അത് എഴുതിയതും ആരാന്ന് നമുക്ക് അറിയത്തില്ല. അത് ലീലാതിലകാരൻ എന്നാണ് പറയുന്നത്, ലീലാതിലകം എഴുതിയ ആളെ. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളോട് ഇതിനകത്തുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ആരാണ് എഴുതിയതെന്ന് ഓതറിനെ അറിയാമെങ്കിൽ അതും കൂടി ജസ്റ്റ് നോട്ട് ചെയ്യുക, അല്ലെ കൃതികൾ മാത്രം നോട്ട് ചെയ്താൽ മതി. അങ്ങനെയുള്ള സെക്ഷൻ അത് അങ്ങനെ ചെറുതായിട്ട് മാത്രം പോയാൽ മതി. അതായത് അതിന്റെ ഒരു സർഫസ് മാത്രം പഠിച്ചു പോവുക, കൃതികൾ കർത്താക്കൾ. രണ്ടാമത് വരുന്ന സെക്ഷൻ എന്ന് പറയുമ്പം ഓരോ പ്രസ്ഥാനവും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ, അതാണ് നമ്മളിപ്പം പറഞ്ഞത്. ഈ രണ്ടാമത്തെ സെക്ഷനാണ് പ്രധാനപ്പെട്ട നോക്കേണ്ടത്. പിന്നെ വരുന്നതാണ് എഴുത്തുകാര്, അവരുടെ തൂലികാ നാമങ്ങൾ എന്താണ്, അപരനാമങ്ങൾ എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. കാരണം മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് 1 മാർക്കിന് കിട്ടുന്ന ചോദ്യം അതിനകത്ത് നിന്ന് തന്നെ ആയിരിക്കും. അപ്പൊ ആ മൂന്നാമത്തെ സെക്ഷൻ നന്നായിട്ട് പഠിക്കണം. പിന്നെ കഥാപാത്രങ്ങൾ, കൃതികള്, അതിനകത്ത് നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്. പ്രശസ്തമായ വരികൾ തന്നിട്ട് അതിന്റെ എഴുത്തുകാര് അതും ചോദിക്കുന്നതാണ്. പിന്നെ പത്രപ്രവർത്തനം തുടക്കം കുറിച്ചവരും ചോദിക്കാറുണ്ട്. പിന്നെ ബാക്കി നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയിപ്പോ നമുക്ക് സിലബസിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും പറയാനിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാകാഴിക ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? സിലബസ് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാവുന്നതാണ്. ബാക്കി ഇനിയും ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം പറയാൻ പോകുന്നത്. അടുത്ത നമുക്ക് നോക്കാം. അതിനകത്ത് ഇപ്പം നോക്കിക്കൊള്ളുക, ഇപ്പം LSGA സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഗ്രാമറിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നോക്കിക്കൊള്ളുക, യാദൃച്ഛികം, യാദൃശ്ചികം, യാദൃശ്ചികം എന്നുള്ളതാണ്. യാദൃശ്ചികമല്ല, യാദൃച്ഛികമാണ് ശരിയായിട്ടുള്ള കേട്ടോ. ഓപ്ഷൻ എ ആണ്, യാദൃച്ഛികമാണ് ശരിയായിട്ടുള്ള. അതുപോലെ തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. സ്ക്രീൻ ചെറുതായി. ഓക്കെ, ഇപ്പം ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുപ്പ് ഐക്യകണ്ഠമായിരുന്നു എന്നുള്ള ഓപ്ഷൻ ബി. ഐക്യകണ്ഠേനയായിരുന്നു തിരഞ്ഞെടുപ്പ്, ഏകകണ്ഠമാണ് തിരഞ്ഞെടുത്തത്. അപ്പം ഏകകണ്ഠം എന്ന് പറയുമ്പം ഒരുമയോട് കൂടിയെന്നുള്ളതാണ് ഏകകണ്ഠം എന്ന് പറയുന്നത്. ഒരുമയോട് കൂടിയെന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് എന്നുള്ള രീതിയിലാണ് ഏകകണ്ഠം എന്ന് പറയുന്നത്. ഏകകണ്ഠമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ പറഞ്ഞ ഐക്യകണ്ഠേന എന്ന് പറയുന്നത്. ഒരുമിച്ച് ഏകകണ്ഠമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതിനാണ് നമ്മൾ പറയുന്നത്. എന്താ പറയുന്നത്, ആ ഒരുമിച്ച് നിന്നുള്ളതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മനസ്സിലല്ലോ? ഒരുമിച്ച് നിന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുമിച്ച് പറഞ്ഞതാണ്. ഏകകണ്ഠമായി തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതിനെ രീതിയിൽ പറഞ്ഞാണ് ഐക്യകണ്ഠേനയാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്ന ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് ആ വാക്യം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൻസർ നമ്മൾ കണ്ടെത്താൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റായ വാക്യം കണ്ടെത്തുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ചിലപ്പം തെറ്റായതാണോ ശരിയായതാണോ എന്താണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് വ്യക്തമാക്കിയതിന് ശേഷമേ താഴേക്ക് പോകാവുള്ളൂ. അപ്പൊ ഇവിടെ തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള 3 ഇതിനകത്ത് 4 ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 3 ശരിയാണ്, ഏതോ ഒന്ന് മാത്രമേ തെറ്റുള്ളൂ. ആദ്യത്തെ നോക്കി, ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്, ശരിയാണ്.
ഐകകണ്ഠ്യേന എന്ന് പറയുമ്പോൾ ഏകകണ്ഠമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനാണ് ഐകകണ്ഠ്യേന എന്ന് പറയുന്നത്. രണ്ടാമത് തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരുന്നു, ശരിയാണ്. ഏകകണ്ഠമായാണ് തെരഞ്ഞെടുപ്പ്, ശരിയാണ്. പക്ഷെ ഇവിടെ ഓപ്ഷൻ സി നോക്കി, ഐക്യകണ്ഠേനയായിരുന്നു തെരഞ്ഞെടുപ്പ്. ഐക്യകണ്ഠേന എന്നല്ല പറയുന്നത്, ഐകകണ്ഠ്യേന എന്നുള്ളതാണ് ശരി. ഇങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്. ഐക്യകണ്ഠേന എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടുത്തെ തെറ്റായിട്ടുള്ള വാക്യം. അടുത്ത നോക്കുക, താഴെ പറഞ്ഞത് ശരിയായവ തിരഞ്ഞെടുക്കുക. 1 2 3 4 ആണ് വന്നിരിക്കുന്നത്. അതിന്റെ താഴെയാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വായിച്ചിട്ട് നേരിട്ട് കറുപ്പിക്കരുത്. ഇതിന്റെ താഴെ ആയിരിക്കും ഓപ്ഷൻ എന്നുള്ളത്, അങ്ങനെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു നോക്കുക എന്നുള്ളതായിരിക്കണം ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷമുള്ള ആൻസറിലേക്ക് എത്താവുള്ളൂ. അത് അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വെപ്രാളത്തിലൊക്കെ ഇത് ABCD ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് 1 2 3 4 ആണോ തന്നിരിക്കുന്നത്, അതിന്റെ താഴെയാണോ ഓപ്ഷൻ എന്നൊക്കെയുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് മാത്രമേ ഉള്ളൂ ആൻസർ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കി താഴെ പറഞ്ഞത് ശരിയായവ തിരഞ്ഞെടുക്കുക. ആ ശരിയായവയാണല്ലോ. ഇപ്പൊ ക്രമേണ എന്ന് പറയുമ്പം കുറെ നാൾ കഴിയുമ്പോഴാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം കറുപ്പിച്ച് വെക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. ആദ്യം നിങ്ങൾ ഇത് വായിച്ചു നോക്കുക. ക്രമേണ കുറെ നാൾ കഴിയുമ്പോൾ ക്രമേണ എല്ലാം ശരിയാകും എന്നൊക്കെ പറയാറില്ലേ, അത് ശരിയാ എന്ന് പറഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ക്രമപ്പെടുത്തുക, ഇതെല്ലാം നമ്മളൊന്ന് ക്രമപ്പെടുത്തി വെക്കേണ്ടതാണ് അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനെല്ലാം നമ്മളൊന്ന് ഓർഡറിലാക്കി വെക്കേണ്ടതാണ് എന്ന് പറയുന്നത്. അപ്പൊ ക്രമത്തിലാക്കുക, ശരി, ക്രമപ്പെടുത്തുക. അടുത്ത ക്രമികം എന്ന് പറയുമ്പോൾ എന്താണ്, ക്രമമായ എന്നുള്ളതാണ് ക്രമികം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ക്രമമില്ലാത്ത വിധത്തിൽ എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയാൽ ക്രമാൽ. ക്രമാൽ എന്ന് പറയുമ്പോൾ ബലം പ്രയോഗിച്ചെന്നാണ് ഇവിടെ പറയുന്നത്. ക്രമേണ എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. അപ്പൊ നമ്മൾ നോക്കി, അപ്പം ഓപ്ഷൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 93 ഓപ്ഷൻ ബി ആണ്, ശരിയാണ്. ശരിയാണ്, ഓപ്ഷൻ ബി ആണ്. 1 2 എന്നിവ മാത്രമാണ്, ബാക്കി 3 4 തെറ്റാണ്. അപ്പൊ നമുക്കറിയാം ഈ 3 4 തെറ്റാന്ന് അറിയുമ്പോൾ തന്നെ ഓപ്ഷൻ 3 4 വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ 3 വരുന്ന ഇത് എലിമിനേറ്റ് ചെയ്തു, 4 വരുന്ന ഇത് എലിമിനേറ്റ് ചെയ്തു, ബാക്കി 2 എണ്ണമാണ് വരുന്നത്. ഈ 2 എണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കും. ഇത് 2 ശരിയാന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഓപ്ഷൻ ബി ശരിയാന്ന് പറഞ്ഞെടുത്തു. അടുത്ത നഖശികാന്തം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് പറഞ്ഞോ? ഓക്കെ, 94. നഖം എന്ന് പറയുമ്പോൾ എന്താണ്? നഖം, ശിഖം എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും മേലല്ലേ, തല എന്നുള്ള രീതി, ശിരസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലെ, ശിഖം എന്ന് പറയുമ്പോൾ. അപ്പം നഖശികാന്തം എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് താഴെ മുതൽ മുകളിൽ വരെ എന്നുള്ള, അടി മുതൽ മുടി വരെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തതിന് നോക്കാം. അടുത്ത ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. 95. ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ വേർഡ്സ് എന്താ, ഭക്ഷിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്, പറഞ്ഞ കാര്യം പിൻവലിക്കുക എന്നുള്ളതാണ്. 95 സി ആണ്, ഓപ്ഷൻ സി ആണ്. പറഞ്ഞത് പിൻവലിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ്, പറഞ്ഞത് പിൻവലിക്കുക. അടുത്ത കണ്ണ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം തിരഞ്ഞെടുക്കുക. കണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പര്യായ പദത്തിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾ പര്യായ പദം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ എടുത്തു നോക്കണം. ഇതുവരെയുള്ള ഡിഗ്രി പ്രിലിംസിന്റെ ഡിഗ്രി മെയിൻസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു നോക്കണം. പര്യായ പദം ഇപ്പൊ ഈയിടെയായിട്ട് ഭയങ്കര ടഫായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും പര്യായ പദത്തിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കുക. അതിന്റെ ആൻസർ ഇപ്പം നമുക്ക് അർത്ഥം അറിയത്തില്ലെങ്കിൽ ശബ്ദധാരാവലി എന്ന് പറഞ്ഞ നിഘണ്ടുണ്ട്. അത് ഒന്നുകിൽ ശബ്ദധാരാവലി നമുക്ക് ഏതെങ്കിലും എവിടെയെങ്കിലും ലൈബ്രറിയിൽ പോയി എടുക്കാം, മേടിക്കുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഈ പറയുന്ന ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ശബ്ദധാരാവലി. sayana.org എന്ന് പറയുന്ന സൈറ്റാണ്. SAYAHNA sayana.org എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് ഈ ശബ്ദധാരാവലിയുടെ ഡിക്ഷണറിയുടെ ഓൺലൈൻ വെർഷൻ അവൈലബിൾ ആണ്. അവിടെ നമുക്ക് സെർച്ച് ചെയ്യുമ്പം ഇതിന്റെ അർത്ഥങ്ങളെല്ലാം കിട്ടും, പെട്ടെന്ന് കിട്ടും. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കണം. അപ്പം ഇതിനകത്ത് പറയുന്ന കണ്ണ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ, കണ്ണ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ശ്രദ്ധിക്കണം. ഇതൊക്കെ വായിച്ചു നോക്കണം. ഇപ്പൊ അല്ലാത്ത എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം. അപ്പം എന്ത് ചെയ്യണം, ഇതിനകത്ത് 3 എണ്ണം കണ്ണിന്റെ പര്യായമാണെന്ന് നമുക്കറിയാം. ആൻസർ പറഞ്ഞു, ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് ആൻസർ പറഞ്ഞു. ഓക്കെ, അപ്പം 3 എണ്ണം കണ്ണിന്റെ പര്യായമാണെന്ന് അറിയാം. ബാക്കി
ഒരെണ്ണം കണ്ണിന്റെ പര്യായം അല്ല അതിനകത്ത്. അത് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ചാറ്റ് ചെയ്ത് കൊടുക്കുക ആൻസർ. ഓക്കെ. കണ്ണ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തവ. നയനം, നയനം എന്ന് പറയുമ്പോൾ കണ്ണാണ് അല്ലെ. ലോചനം, ഈക്ഷണം, അതുപോലെ മുകുരം എന്ന് പറയുമ്പോൾ എന്താണ്? ദർപ്പണം, മുകുരം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അവിടെ പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു വേർഡ് തന്നെ അവിടെ വരുന്നുണ്ട്. മുകുരം ശരിക്കും പറഞ്ഞാൽ കണ്ണാടിയുടെ വേർഡാണ്. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ഒരു വേർഡ് തന്നെയാണ്. വലിയ ബാക്കിയുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഇല്ലെങ്കിൽ തന്നെ മുകുരം കണ്ണാടിയാണെന്നുള്ളത് അത്യാവശ്യം നമുക്ക് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. ദർപ്പണം, മുകുരം ഒക്കെ കണ്ണാടിയുടെ പര്യായമാണെന്ന് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം 96 സി വരുന്നുണ്ട്. ഈ ക്ഷണത്തിനകത്ത് തെക്ക് എന്ന് പറയുന്നൊരു അർത്ഥമുണ്ട്, ഞാൻ പറയാൻ. ഈക്ഷണത്തിന് കണ്ണ്, അതുപോലെ തന്നെ നോട്ടം, വിചാരം, പരിഗണന എന്നൊക്കെയുള്ള വ്യത്യസ്തമായുള്ള നാനാർത്ഥങ്ങളുണ്ട്. കണ്ണ് എന്നുള്ള അർത്ഥവും അതിനകത്ത് വരുന്നുണ്ട് ഈക്ഷണത്തിന്. പിന്നെ മലയാളത്തിന്റെ പദങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ. ഇപ്പം ഒരു അർത്ഥത്തിന് തന്നെ ഒരു വാക്ക് എടുക്കുവാണെങ്കിൽ തന്നെ അതിനകത്ത് ഈ ഒരുപാട് അർത്ഥങ്ങൾ ഒരു വാക്കിന് തന്നെ കാണും. ഈ ക്ഷണമല്ല, ഈശാന കോൺ എന്നാണ് പറയുന്നത്. വടക്ക് കിഴക്ക് ദിക്കിനെ ഈശാന കോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതിനെ നോക്കാം. ഓക്കെ, അടുത്തതിനെയും ശരിയായി തിരിച്ചെഴുതിയ പദം ഏത്? തിരുമുൽ കാഴ്ച, തിരുമുൻ പ്ലസ് കാഴ്ച. അതുപോലെ തന്നെ 800, 7+100, വിദ്യുത് ശക്തി, വിദ്യുത് പ്ലസ് ശക്തി, ചെയ്ത പ്ലസ് അവൻ. അപ്പം ഇതിനകത്ത് തിരുമുൽ കാഴ്ച, തിരുമുൻ പ്ലസ് കാഴ്ച, അതാണ് ശരിയായിട്ടുള്ളത്. 800 എന്ന് പറയുമ്പോൾ N+100 N+100. വിദ്യുത് ശക്തി എന്ന് പറഞ്ഞാൽ വിദ്യുത് പ്ലസ് ശക്തിയാണ്. വിദ്യുത് പ്ലസ് ശക്തി, ശായാണ് വരേണ്ടത്. അത് നമുക്ക് അതിനകത്ത് റൂൾസ് വെച്ചിട്ടാണ് അത് പറയേണ്ടത്. വിദ്യുത് പ്ലസ് ശക്തിയാണ്, ശായാണ് ഇവിടെ വരേണ്ടത്. ഒരു താ മാത്രമേ വരത്തുള്ളൂ, ശ്രദ്ധിക്കുക. അപ്പൊ ഇതെല്ലാം തെറ്റാണ്. ചെയ്ത പ്ലസ് അന്നാണ് ചെയ്തവൻ, ചെയ്ത പ്ലസ് അന്നാണ് ചെയ്തവൻ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഓക്കെ, അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം തിരുമുൽ കാഴ്ച. അടുത്തതിന് നമുക്ക് നോക്കാം. സമാന പദങ്ങൾ മാത്രം അടങ്ങിയ ഗണമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം മരം, തരു, ദ്രുമം, ഉരകം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതിനകത്ത് എന്താണ്? നെറ്റ് കട്ടാവുന്ന. ഓക്കെ, അതിനകത്ത് ആദ്യം നോക്കാം. മരം, തരു, ഓക്കെ ഓക്കെ ഓക്കെ, ദ്രുമം, ഉരകം. ഉരകം എന്ന് പറയുമ്പോൾ എന്താണ്? പാമ്പ് എന്നുള്ള അർത്ഥമാണ്. അപ്പം പാമ്പ് എന്നുള്ള അർത്ഥം വരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി 3 ഇവിടെ വരുന്നത് എന്താണ്? മരത്തിന്റെ പര്യായങ്ങളാണ്. അതുപോലെ കാട്, കാനം, കാനനം, കാന്താരം. അപ്പം ഇതിനകത്ത് കാട്, കാനം, കാനനം, കാന്താരം ഇതെല്ലാം കാടിന്റെ പര്യായങ്ങളാണ്. ഇപ്പോൾ കാമദേവൻ, മദനൻ, മാരൻ, ഹരൻ. അതുപോലെ ഹരൻ എന്ന് പറയുമ്പോൾ ശിവന്റെ പര്യായമാണ്. ബാക്കി 3 കാമദേവന്റെ പര്യായമാണ്. ആന, കരി, ഇബം, കളഭം. ആന, കരി, ഇബം, കളഭം. ഇതിനകത്ത് ഇത് മൊത്തം നോക്കുവാണെങ്കിൽ ഇത് മൊത്തം ആനയുടെ പര്യായമാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ,
ഒരു ഡൗട്ട് വന്നിരുന്നു, അത് ഞാൻ അവസാനം പറയാം, പെട്ടെന്ന് സ്പീഡിൽ പോയിട്ട് തിരിച്ചു വരാം. അടുത്ത 99, ആസ്തികൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ആസ്തികന്റെ വിപരീത പദം നാസ്തികനാണ്. ആസ്തികന്റെ ഓപ്പോസിറ്റ് നാസ്തികനാണ്. ആസ്തികൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ദൈവവിശ്വാസമുള്ളയാൾ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. നാസ്തി എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ലാത്തയാൾ എന്ന രീതിയിൽ പറഞ്ഞതാണ്. ജാമാതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം. ജാമാതാവ് എന്ന് പറയുമ്പോൾ എന്താണ്? മരുമകൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അതിന്റെ ഓപ്പോസിറ്റ് വീട് എന്താണ്? സ്നുഷയാണ്. ഓക്കെ. ദൃക്ക് എന്നുള്ള കണ്ണിന്റെ പര്യായമാണ് കേട്ടോ. ദൃക്ക് കണ്ണിന്റെ പര്യായമാണ്. ഓക്കെ. അടുത്ത ഇനിയും ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇതിലുള്ള ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം അഗ്നിസാക്ഷിയാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് എസ് ഗുപ്തൻ നായരാണ്. കുമാരനാശൻ അന്തരിച്ച വർഷം 1924. ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. മലയാളം നോവലുകളുടെ ക്രമീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അതായത് ഓടയിൽ നിന്നാണ് ആദ്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാല്യകാല സഖി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മാച്ചു, പിന്നെയാണ് ചെമ്മീൻ വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് ഏകദേശം ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതുകൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യുവാണ് സെക്ഷൻ. താങ്ക് യു.